എല്ലാവർക്കും മോഗ്രോ വ്ളോഗ്സ് ഒരു കിടിലം കിടക്കാച്ച വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെ വണ്ടിക്ക് ഇന്നൊരു ട്രിപ്പുണ്ട്. ഇന്നലെ ഒരു 3 ദിവസത്തെ ട്രിപ്പാണ്. എല്ലാം ചെറിയ ചെറിയ ഓട്ടങ്ങളാണ്. നമ്മുടെ വണ്ടി 5 കിങ്സിൻ്റെ വണ്ടിയുണ്ട്. നമ്മുടെ വണ്ടി 5 കിങ്സിൻ്റെ വണ്ടി കൂടെയാണ്. AC ഓട്ടോ ആണ്. ഇത് നമ്മുടെ മറാഠിയിലുള്ള ആൾക്കാരാണ്. അവരെയും കൊണ്ട് 3 ദിവസം കേരളം കാണിക്കാനുള്ള ഓട്ടമാണ്. പിന്നെ 10 ദിവസമാണ്. പിന്നെ നമ്മൾ പോകുന്ന ജഡായിപ്പാറ, വർക്കല ക്ലിഫ് 2 സ്ഥലമാണ് ഇത് കാണിക്കാൻ പോകുന്നത്. 2 hours. ആലങ്കോട് വഴി കുരുമാനൂർ ഏറിയാണ് ടീച്ചറോട് കയറാൻ പോകുന്നത്. മറ്റേ മെന്നാർ റോഡ് വഴി പോവാന്ന് പറഞ്ഞു. അമ്പു കൊല്ലു അമ്പുമല്ലോ ചേട്ടനോ? അമ്പു പറഞ്ഞു. എന്നിട്ട് ബസ് സ്റ്റാൻഡ് പ്രശ്നം നടന്നല്ലേ? മെന്നാർ ബസ് സ്റ്റാൻഡ് ഫ്രണ്ട് പോകുമ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു. സൗണ്ട് നമ്മൾ തോന്നക്കൽ പമ്പിൽ ഡീസൽ അടിക്കാൻ വരെ കയറുന്നുണ്ട്. നമ്മൾ ഓരോ വണ്ടി 6000 രൂപ വെച്ചാണ് അടിക്കുന്നത്. ഇന്നലെ നമ്മൾ 4000 രൂപ വെച്ച് അടിച്ചു. അപ്പം ഇന്ന് ജഡായിപ്പാറ വർക്കല ക്ലിഫൊക്കെ പോകാൻ 6000 രൂപ ഡിസ്കൗണ്ട് മതി. AC ഇല്ലേ? ബാക്കി കന്യാകുമാരിയുണ്ട് മറ്റൊന്ന്. അപ്പം തമിഴ്നാട് കയറുമ്പോൾ ബാക്കി അടിക്കാനുള്ള പ്ലാനിങ് ആണ്. ഡീസൽ അടിക്കുന്നത് വായി നോക്കിക്കൊണ്ടിരിക്കുന്ന അപ്പു സാർ. 5 കിങ്സിൻ്റെ വണ്ടിയിലും എല്ലാ പിള്ളേരും ഡാൻസ് കളി. നമ്മുടെ വണ്ടിയിലും ഫുൾ എല്ലാവരും കിടന്ന് ഡാൻസ് കളി. ഒരു രാവിലെ ആയതുകൊണ്ട് മൊത്തം അടിച്ച് പൊളിക്കുകയാണ്. മറാഠികളാണ്, മറാഠിയിലെ കോളേജ് പിള്ളേരാണ്. പക്ഷേ അവർ ഡാൻസ് കളിക്കുന്ന പാട്ട് മൊത്തം മലയാളമാണ്. ഇപ്പം മറ്റേ ആവേശത്തിൽ മറ്റേ ഇലുമിനാറ്റി പാട്ടാണ് ഇട്ടിരിക്കുന്നത്. അതാണ് കൺഫ്യൂഷൻ. സാധാരണ നമ്മൾ ഹിന്ദി പാട്ടൊക്കെ ഇടുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. എല്ലാം മലയാളം പാട്ട്, ഡാൻസ് കളിക്കുന്ന എല്ലാം മലയാളം പാട്ട്. ആടൊക്കെ 2 വണ്ടി. അപ്പോൾ സാറ് പൈസ എണ്ണുന്ന തിരക്കിലാണ്. ഇതിനൊരു 10 പ്രാവശ്യങ്ങൾ നിന്ന് എണ്ണും. എന്നാലേ ഇവന് സംശയം മാറുള്ളൂ എത്രയാണെന്ന് അറിയാൻ വേണ്ടി. അമ്പു സാർ ഫ്രേക്ക് പാൻ്റൊക്കെ ഇട്ട് അമ്പു സാർ നമ്മൾ ഡീസലൊക്കെ അടിച്ച് പൈസ കൊടുത്ത് നമ്മൾ നേരെ പോകുമ്പോൾ ജഡായി പറയും. അവിടെ പോകുന്നു. പോവാം. അമ്മച്ചി റോഡിൽ വന്നിട്ടാണ് ആലോചിക്കുന്നത്. ആ കടയിൽ ഇറങ്ങാൻ
അജയ് പാർക്ക് ചേട്ടാ. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ ജഡായു പാറയിലെത്തി. നമ്മൾ 2 വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി വന്ന പിള്ളേർ. ഇവർ കൗണ്ട് ചെയ്തിട്ട് ജഡായു പാറയുടെ അകത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെ 2 വണ്ടികൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്. ലിപ്പില്ലാത്തതൊരു കുറവാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഓട്ടം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വെക്കണം. പക്ഷെ ഓരോ ഓട്ടം കഴിയുമ്പോൾ വെക്കണം വിചാരിക്കുന്നു, നടക്കൂല. നമ്മുടെ പിള്ളേരൊക്കെ മുകളിൽ പോയ സമയത്ത് നല്ല മഴ പെയ്തു. നമ്മളങ്ങനെ കുറച്ച് ഒതുങ്ങി നിന്നു. അപ്പോഴേക്കും അമ്പു സാറിൻ്റെ വണ്ടിയിൽ പണി തുടങ്ങി. വൈപ്പറിൽ ആവശ്യമില്ലാതെ വേറൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യുകയാണ് പുള്ളിക്കാരൻ്റെ പണി. മേസറിയുടെ ഇതിൻ്റെ അകത്ത് മൊത്തം ബുത്തിയാണ്. നമ്മൾ 2 വണ്ടി ഇങ്ങനെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഒരു മഴയൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ നമ്മളെ പിള്ളേർ വരും. എന്നിട്ട് വേണം അടുത്ത് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് പരവൂരിലാണ് സെറ്റ് വെച്ചിരിക്കുന്നത്. 1:30 ആയപ്പോൾ നമ്മുടെ പിള്ളേർ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ ഇവിടെ നേരത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് നമ്മുടെ പരവൂരിനടുത്തൊരു ഹോട്ടലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നേരെ പോകുന്നു ഫുഡ് കഴിക്കുന്നു. അപ്പോൾ സാറ് പാക്കേജറിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുക. പിള്ളേർക്കുള്ള വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടിയിലും അതിലുമായിട്ട്. അതിലൊരു 5 കേസ് ഇപ്പോൾ കയറ്റുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 5 കേസ് കയറ്റുന്നുണ്ട്. AC ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. അമ്പു സാറാണ് തോന്നുന്നത് കറങ്ങണത്. ഇതിൽ വെള്ളം തീർന്നില്ല. അകത്ത് വയ്ക്കുന്നില്ല, ഇടുക്കിയിൽ. ഓക്കെ, എല്ലാ അപ്പു സാറ് പറയാൻ പോലെ ഈ ഫുഡും കൂടെ കൊടുത്തിട്ട് വേണം നേരെ വർക്കല ക്ലിഫിലോട്ട് പോകാൻ. വന്ന വഴി പോയതല്ലേ, ഓപ്പോസിറ്റ് ഏതെങ്കിലും വണ്ടി വരുമ്പോൾ നടക്കണം. പഞ്ചാബാവും അതാകുമ്പോൾ വരാ ഒരു വഴി പോകാം, വേറെ വഴി. പോയാൽ ചടയമുണ്ട്, പുറത്തോട്ട് പോയാൽ പാലപ്പള്ളി. എവിടെയോ അപ്പോൾ വെച്ചാൽ നമ്മളിങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നു. ഉമ്മ 2 പേരും കൂടെ വഴി എത്തിച്ച് നമ്മളെ വേറെ എവിടെയൊക്കെ എത്തിച്ച് കഴിച്ചു. ഒടുവിൽ സ്ഥലത്തെത്തി. ഇല്ലാത്ത വഴി ഉണ്ടാക്കി വന്നില്ലേ നമ്മൾ. സാധനം ഇവിടെ കൊണ്ട് വണ്ടി വർക്ക് ചെയ്തു. ആ വഴിക്കകത്താണ് നമ്മളെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അപ്പോൾ സാർ ഇല്ലാത്ത വഴി കൊണ്ടാക്കി വഴി വെട്ടി. അപ്പോൾ സാർ 1.5 സെക്കൻഡ് ലേറ്റാണ്. അതങ്ങനെ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ഞാൻ വീണ്ടും പറയാണ്, ഇവിടെ ഇതിൻ്റെ അകത്ത് മൊത്തം മേസരിയുടെ ബുദ്ധിയായിട്ട്. നമ്മൾ വർക്കല ഇവിടെ ഈ അടുത്തുള്ള കായലിൻ്റെ ആംബുലൻസ് സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വന്നിട്ട്. അപ്പോൾ വെച്ചാൽ നമ്മൾ ചോറ് കഴിക്കണം. നമ്മളെ പിള്ളേരൊക്കെ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ഇരുന്ന് കഴിക്കണം. അമ്പു സാർ ഡയറ്റ്. അമ്പു സാറ് ഹിന്ദിക്കാരെ പോലെ തിരിച്ച് പഞ്ചാബികളുടെ കൂടെ പോകണം. അതുകൊണ്ട് അവരുടെ ഫുഡ് സ്റ്റൈലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ പാക്കേജ്. നമ്മൾ അപ്പൂസ് കുണ്ടർലസ്റ്റ്. നിങ്ങൾക്കൊരു പൊടി ഇതെന്തിന് 3:45 ഇപ്പോൾ നമ്മുടെ പിള്ളേർ വണ്ടി കയറുന്നുണ്ട്. നമ്മളെ പിള്ളേർ ഇവിടെ നിർത്തി നേരെ പോകുന്നത് വർക്കല ക്ലിഫിലേക്കാണ്. ഇവിടെ നല്ല ആംബിയൻസുകളുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പിള്ളേർ അതിൻ്റെ അകത്ത് തന്നെ കറങ്ങി ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കായലിൻ്റെ തീരവും അങ്ങനെ അതൊക്കെ കണ്ട് ഒരു 3:45 ഈ സമയമായപ്പോഴാണ് ഇവരെ തിരിച്ച് വണ്ടി കയറും. ഇനി ഇവരെ ഇവിടെ നിന്ന് നേരെ എടുത്ത് ഇവിടെ പോകുന്നു വർക്കല ക്ലിഫിലേക്കാണ്. വേണ്ടി ആദ്യം പോകാൻ
അങ്ങനെ അവ ആദ്യം പോകുന്നു, നമ്മളവൻ്റെ പിറകെ പോകും. ചെറിയ റോഡാണ്. വേണ്ട ചവിട്ടിക്കോ. അപ്പോൾ വെച്ചാൽ പറ്റും നമ്മളങ്ങനെ ഇവിടെ എത്തി, വർക്കലെത്തി വണ്ടി പാർക്ക് സ്ഥലമില്ലാത്തൊരു ഇവിടെ ഇട്ടപ്പം ഇത് പോണ അപ്പൂപ്പൻ നമ്മളെ വഴക്ക് പറഞ്ഞു. അപ്പൂപ്പൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇടാൻ പറ്റുമല്ലോ, അതുകൊണ്ട് നമ്മളെടുത്ത് എന്ത് ചെയ്തു, ബാക്ക് ഇട്ടു. റോഡിൽ കിടക്കണം, കുഴപ്പമില്ല. ഹായ് ഗൈസ്, ഇതാണ് അപ്പൂസ് കൊണ്ടുള്ള ലാസ്റ്റ് അപ്പൂപ്പൻ്റെ വഴക്ക് ഇട്ടിട്ട് പോണ പോക്ക് നമ്മൾ കറക്റ്റായിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ നന്നായിട്ട് പാർക്ക് ചെയ്താണ്. അപ്പോൾ അപ്പൂപ്പന് പറ്റില്ല, നമ്മൾ മാറ്റി കൊടുത്തു. ഫൈക്കിങ്സിൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു വണ്ടിയുണ്ട്, V-Softൻ്റെ 34 വ്ളോഗറെ വണ്ടി. ഇതുപോലത്തെ ഒരു കിളി അതിലുണ്ട്, നമുക്ക് അവനെ കാണിച്ചു തരാം. അപ്പൂപ്പന ഇവന്റെ ഈ വയറ് കാരണമാണ് അപ്പൂപ്പ സമ്മതിക്കാത്തത്. ഇതുപോലത്തെ പിഴട്ട കളയുന്നതായിരിക്കുന്ന രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. അമ്പോ രണ്ടും ഒരേ പുള്ളിക്കല്ലേടാ, അവനെ കണ്ടിട്ട് V-Softന്റെ മൊല്ലാളി പറഞ്ഞു. എക്സ്ചേഞ്ച് അടിക്കണം അവന്മാരാ. നീ ഒന്ന് അവനോടൊപ്പം ഒരേ മോച്ചായ കണ്ട ഒരേ മോച്ച ഒരേ നാണം, രണ്ടും ഇൻട്രോവേർട്ട്. നമ്മളെ വണ്ടികളെല്ലാം ഇട്ടിട്ട് എല്ലാവരും കൂടെ ചായ കുടിക്കാൻ പോണു. അതെത്തോയി അപ്പൊ സാർ പറയണല്ലേ പോച്ചാൽ നമ്മളിവിടെ നിന്ന് ചായ കുടിച്ച്, എല്ലാവരും കൂടെ നിന്ന് ചായ കുടിച്ച്, നമ്മളങ്ങനെ ഇവിടെ നിന്ന് ചായ കുടിച്ച്. പക്ഷേ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇനി നമ്മൾ അമ്പുവിൻ്റെ
ഇവിടെ എന്തിനാടാ ഇതിൻ്റെ അകത്ത് മൊത്തം നമ്മുടെ കഴിവാണ് ഇവന്റെ കഴിവാണ് ഈ ഷെയർ വെച്ചിരിക്കുന്നത്. റവയുടെ പരസ്യം. അപ്പോൾ വെച്ചാൽ നമ്മൾ വർക്കലയിൽ നിന്ന് നേരെ എല്ലാ പിള്ളേരും കേട്ട് നമ്മൾ റൂമിൽ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് രാത്രി ആയതുകൊണ്ടാണ് ഓടി പറഞ്ഞ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. നമ്മളങ്ങനെ റൂമൊക്കെ കിട്ടി. റൂമിൽ കിടന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചീട്ട് കളിക്കാമെന്ന് ചോദിച്ചു. അപ്പുണ്ട്, അമ്പുണ്ട്, പിന്നെ ചേട്ടമുണ്ട്, ബെമ്പലെണ്ണമുണ്ട്, നമ്മുടെ അമ്പുണ്ട്, സാരഥിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നു, വരുന്നു, ചീട്ട് കളിക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പോൾ വെച്ചാൽ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇതുപോലുള്ള വലിയ ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.